നമസ്കാരം. വിജ്ഞാന കേരളം പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരെയും ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാനായിട്ട് സന്നദ്ധരായി വന്നിട്ടുള്ള മെന്റർമാരുടെ സഹായത്തോടുകൂടി നടത്തുന്ന മെന്റർ ഇനിഷ്യേറ്റഡ് ട്രെയിനിങ് ഫോർ റിക്രൂട്ട്മെന്റ് മിത്ത് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ 2 ദിവസത്തെ ഫൗണ്ടേഷൻ കോഴ്സ് നടത്തപ്പെടുന്നത്. എംപ്ലോയേഴ്സിനോട് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലായത് നമുക്കുള്ള അറിവ് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത്. അതായത് നമുക്കറിയാവുന്നത് പറയാനുള്ള സന്നദ്ധത ഉണ്ടാവണം, അങ്ങനെ എൻഗേജ് ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടാവണം. ജോബ് ഫെയറിനും ക്യാമ്പസ് സെലക്ഷനും ഒക്കെ വരുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ച് അവരും നമ്മളിൽ പലരെയും സെലക്ട് ചെയ്യാൻ തന്നെയായിട്ടാണ് വരുന്നത്. അതിനുള്ള സാധ്യത ഉണ്ടാവണമെങ്കിൽ നമ്മൾ സംസാരിക്കാനായിട്ട് തയ്യാറാണ്. അങ്ങനെ എൻഗേജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കഴിവുകളെയും ആറ്റിറ്റ്യൂഡിനെയും മനസ്സിലാവുകയും അവര് നമുക്ക് എംപ്ലോയ്മെന്റ് തരികയും ചെയ്യുന്നത്. ചിലപ്പോൾ എല്ലാ ഉത്തരവും പറയുന്ന ഒരാളേക്കാൾ സെലക്ഷന് സാധ്യത ഉത്തരം പറയാൻ ശ്രമിക്കുന്നവരെ, കാരണം അവർ കൂട്ടായ പ്രവർത്തനത്തിൽ അവരായിരിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച മേഖലയിൽ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്ന ആ ജോബിനെ പറ്റിയുള്ള ഏകദേശ ധാരണയും വരുന്ന കമ്പനികളെ പറ്റിയും ആ മേഖലയെ പറ്റിയുമുള്ള ഒരു ധാരണയും ഉണ്ടാവണം. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പഠിപ്പിക്കുക എന്നുള്ളൊരു രീതിയല്ല ഉള്ളത്, നമ്മൾ കൂട്ടായി ഗ്രൂപ്പ് വർക്കിലൂടെ പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ 2 ദിവസവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പണിംഗ് സെഷൻ കഴിഞ്ഞ് അതാത് മേഖലയിലെ മോട്ടിവേഷൻ സ്റ്റോറീസ് ആണ്, അതെല്ലാം നമ്മുടെ ഈ മോഡ്യൂളിലുണ്ട്. ആ മോട്ടിവേഷൻ സ്റ്റോറീസ് നമ്മൾ ഓരോ ഗ്രൂപ്പും ഓരോ സ്റ്റോറി ആയിട്ട് വായിക്കും. എന്നിട്ട് അത് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പ്രസന്റേഷൻ തയ്യാറാക്കും, പ്രസന്റ് ചെയ്യും. അടുത്തത് ജോബ് സിനാരിയോസ് ഉണ്ടാവും. അതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്യും, അത് ബേസ് ചെയ്ത് നമ്മളൊരു പ്രസന്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. മൂന്നാമത്തെ കുറച്ചുകൂടെ ഫൺ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് റോൾ പ്ലേ ആണ്. നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിനാരിയോ എല്ലാം തന്നെ നമ്മുടെ മോഡ്യൂളിലുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഒരു റോൾ പ്ലേ ആയിട്ട് അവതരിക്കും. അത് കഴിഞ്ഞ് അത് മേഖലയായിട്ട് ബന്ധപ്പെട്ട ഹാൻഡ്സ് ഓൺ എക്സസൈസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി. അത് കഴിഞ്ഞ് നമ്മളൊരു ആപ്പ് ഫെമിലിയറൈസ് ചെയ്യും. മെമ്മറൈസ് ചെയ്യാൻ, കളിച്ചു പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. സെൽഫ് സ്റ്റഡിക്ക് ബേസിക് കൺസെപ്റ്റ്സ്, തൊഴിൽ മേഖലയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, മോക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ജോബ് റോളും കരിയർ പാത്സിനെ പറ്റിയുള്ള കാര്യങ്ങളും. രണ്ടാമത്തെ ദിവസം നമുക്ക് ഹാൻഡ്സ് ഓണിന്റെ തുടർച്ചയായിട്ടോ അല്ലാതെ പുതിയതായിട്ടോ ഒരു പ്രോജക്റ്റ് 3 മണിക്കൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സംഗതി. ഹാൻഡ്സ് ഓണിലും പ്രോജക്റ്റിലും നമ്മൾ വലിയൊരു കാര്യം ചെയ്യാന്നുള്ളതല്ല, അറിവുള്ളത് വെച്ചിട്ടും അല്ലെങ്കിൽ പുതിയൊരു സംഗതിയും എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ ചെയ്യുക. നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന നമ്മളിങ്ങനെ തിരിച്ചറിയും. അതിന്റെ പാരലായിട്ട് മോക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. ഷെഡ്യൂളിലുള്ള ചോദ്യങ്ങൾ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ചോദിക്കുന്നത്. തൊഴിൽ മേഖലയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, ജോബ് റോള്, വർക്ക് ഫ്ലോ അതൊക്കെയുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ റാപ്പപ്പ് സെഷനിൽ നമ്മളൊരു ആക്ഷൻ പ്ലാനും ഉണ്ടാക്കി നമ്മുടെ രണ്ടാമത്തെ ദിവസം കഴിയും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ കോഴ്സ് മോഡ്യൂൾ ഡോക്യുമെന്റിലുണ്ട്. അത് നോക്കി നമ്മൾ ഗ്രൂപ്പായിട്ടിരുന്ന് മനസ്സിലാക്കി പ്രസന്റ് ചെയ്യുക, ആക്ടിവിറ്റി ചെയ്യുക. ഈ പ്രോസസ്സിൽ മോഡ്യൂളിലുള്ളതിൽ അധികം തന്നെ നമുക്ക് ഇന്റർനെറ്റ് നോക്കിയോ AI സഹായത്തോടെയോ ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ കോഴ്സ് ഉപകാരം. ഓപ്പണിംഗ് സെഷൻ കഴിഞ്ഞാൽ സെൽഫ് റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്ത് നോക്കുകയാണ്, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണ്. നമ്മളുടെ കഴിവുകള്, പ്രത്യേകതകള്, നമ്മളുടെ പ്രത്യേക വ്യക്തിത്വ സവിശേഷതകൾ നന്നായിട്ട് ലിസൺ ചെയ്യാൻ കഴിയും. കൈൻഡ് ആയിട്ടിരിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ അവരെ അംഗീകരിക്കാൻ കഴിയുക, കൗതുകങ്ങൾ ഉണ്ടാവുക, ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക, ഒരുമിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറാവുക, ക്ഷമയുണ്ടാവുക, സമയം മാനേജ് ചെയ്യാൻ പറ്റുക, ഡിസിഷൻ പെട്ടെന്ന് എടുക്കാൻ പറ്റുക, നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുക. ഇതെല്ലാം തന്നെ നമ്മളുടെ ഒരു തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കഴിവുകളൊക്കെ ഉള്ളപ്പോഴാണ് കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് സാധിക്കുന്നത്. ഇത്ര എഴുതുമ്പോൾ ഞാനിപ്പം കാണിച്ച ആ ഡോക്യുമെന്റ് ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിലുള്ളത് മാത്രമാണ് നമ്മുടെ കഴിവുകൾ നല്ല അർത്ഥം. അതിന്റെ അപ്പുറത്തേക്കും ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു കഴിവ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ജീവിതത്തിൽ പല വെല്ലുവിളികളും പ്രശ്നങ്ങളും മറികടന്നായിരിക്കും നമ്മൾ ഓരോരുത്തരും എത്തിയിട്ടുള്ളത്. അങ്ങനെ ആർജിച്ച കഴിവുകളാണ് നമുക്ക് ജീവിതത്തിലും നമ്മുടെ തൊഴിൽ മേഖലയിലും നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കാൻ, അഡ്വാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചോദ്യം ഉള്ളത്. ഓരോ സെൽഫ് റിഫ്ലക്ഷനും നമ്മൾക്ക് വേണ്ടി മാത്രമാണ് എഴുതുന്ന ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നേറാനും വളരെ സഹായകരമായ കാര്യമാണ്. പ്രസന്റേഷൻ കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് റിഫ്ലക്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് റിഫ്ലക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ആക്ടിവിറ്റി കഴിഞ്ഞ് കൂട്ടായിട്ട് ഇരുന്നിട്ട് ഓരോരുത്തരും ബാക്കിയുള്ള
മറ്റുള്ളവരുടെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് പറയുക, നമ്മൾ ഏതൊക്കെ ഏരിയാസ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയുക, ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനും പറയുക, അതോടൊപ്പം തന്നെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. പിന്നെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെയായിരുന്നു കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയായിരുന്നു, അങ്ങനെ നമ്മൾ ഗ്രൂപ്പായിട്ടിരുന്ന് എല്ലാവരും എല്ലാവരെ പറ്റിയും പറയണം. അതുപോലെ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമന്റ്സ് നമ്മുടെ കുറച്ചുകൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സഹായിക്കും. ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അത് ഓരോ ഗ്രൂപ്പ് കഴിയുമ്പോഴും ഈ ചോദ്യം ഉണ്ടാവും. നമ്മളുടെ സ്ട്രെങ്ത്, സ്കിൽ, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ ബെനിഫിഷ്യൽ ആയത്. അപ്പൊ ഓരോരുത്തരുടെ സ്പെസിഫിക് സ്കിൽസ് ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ ആക്ടിവിറ്റിക്കും ഓരോ വ്യത്യസ്തരായ ആൾക്കാരായിരിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. നമ്മൾ ചലഞ്ചസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്തത്, ചിലപ്പോൾ സമയത്തിന്റെ ചലഞ്ച് കാണും, പലതരത്തിലുള്ള ചലഞ്ചസ് കാണും. പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഇതിനകത്ത് ഉണ്ടായോ അത് നമ്മൾ എഴുതുക. അങ്ങനെ എഴുതി കഴിയുമ്പോഴാണ് നമുക്കത് മറികടക്കാനായിട്ട് നമ്മുടെ കൂട്ടുകാരുടെ പിയർ ഗ്രൂപ്പിന്റെ സഹായത്തോടെ അല്ലാതെയൊക്കെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. കരിയർ ഗോൾ സ്റ്റേറ്റ്മെന്റ് എഴുതും. കരിയർ ഗോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു 5 ലൈനുള്ള ഒരു സംഗതിയാണ്. ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് അടുത്ത ഇത്രയും വർഷത്തിനകം ഞാൻ ഇന്ന കാര്യം ചെയ്യും, ഇന്ന കമ്പനിയിൽ ഇത് കിട്ടും, അത് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കും, ഇതെനിക്ക് പറ്റും, പോസിബിൾ ആയിരുന്നു, എനിക്ക് ഇന്ന സ്ട്രെങ്ത് ഉണ്ട്, അത് ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് എങ്ങനെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതിന്റെ മെഷർമെന്റ് എഴുതണം. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മൾ എഴുതേണ്ടത്. കരിയർ ഗോൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഈ കോഴ്സിലൂടെയും നമ്മളുടെ ഭാവി ട്രെയിനിങ്സും ഭാവി പഠനത്തിലൂടെയും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കട്ടെ. എല്ലാവർക്കും അവരവരുടെ പാഷൻ അനുസരിച്ചുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള തൊഴിൽ ലഭ്യമാകട്ടെ, സന്തോഷകരമായ ജീവിതം ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.